നമുക്കെപ്പോഴും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഗ്യാസ് ബർണർ ക്ലീനിങ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഗ്യാസ് ബർണർ എങ്ങനെയാണ് ഇതേപോലെ ക്ലീൻ ആക്കി എടുത്തതെന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. കാരണം ഞാൻ ആദ്യം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പീരീഡും കൂടിയാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഈ ഗ്യാസ് ബർണർ അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക് കൊണ്ടുവന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. പല വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വിനാഗിരി ഒഴിച്ചു. അതിലേക്ക് പിന്നെ ഒരു ജലൂസിൽ പൊടിച്ചിട്ടു. പിന്നെ ലിക്വിഡ്, നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡൊക്കെ ഇട്ട് അതിലേക്ക് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഈ ഗ്യാസ് ബർണേഴ്സ് 1 മണിക്കൂർ ഞാൻ മുക്കി വെച്ചു. അതിന് ശേഷം അതെടുത്തിട്ട് പേസ്റ്റ് തേച്ചു. നമ്മൾ പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് തേച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്തു. എന്നിട്ടും അതിൻ്റെ ഒറിജിനൽ കളറ് എനിക്ക് കിട്ടിയില്ല. നിങ്ങളും ഇതുപോലെയൊക്കെ കുറേ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവരുടെയും ഒരു ബിഗ് പ്രോബ്ലം ആയിരുന്നു ഇത്, എങ്ങനെയാണ് ഗ്യാസ് ബർണർ ക്ലീൻ ആക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് അതിൻ്റെ ഒറിജിനൽ ചെമ്പ് കളർ കിട്ടിയില്ല. അപ്പോൾ അധികം എഫേർട്ടൊന്നും ഇല്ലാതെ എങ്ങനെ ക്ലീൻ ആക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ കരി പിടിച്ചിട്ടുള്ള ബർണർ ഞാനൊരു പാത്രത്തേക്ക് ഇടാണ്. അപ്പോൾ കരി എൻ്റെ കൈമ പറ്റിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിലേക്ക് ചെറു ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളമല്ല, ചെറു ചൂടുവെള്ളം, അത് മുങ്ങോളം ഒഴിക്കുക. അതിനുശേഷം ഈനോ ഉണ്ടല്ലോ, അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും. ഈ ഈനോ നമ്മളത് പൊട്ടിച്ചിട്ട് ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒന്ന് പതഞ്ഞു വരും. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒരു ഫുൾ പാക്കറ്റ് ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ടിത് ജസ്റ്റ് ഒരു 2 മണിക്കൂർ ഇത് അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി ഇത് ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അത് ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഉരയ്ക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. 2 മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ കരിയൊക്കെ പോയി അഴുക്കൊക്കെ പോയി അതിൻ്റെ ഒറിജിനൽ കളറിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ജസ്റ്റ് നമുക്ക് ഈനോ മാത്രം കയ്യിലുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.